നമുക്ക് ഇന്ന് കുറച്ച് മുള്ളങ്കാരിയുടെ ഇല കിട്ടിയിട്ടുണ്ട്. ഈ മുള്ളങ്കാരിയുടെ ഇല എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചരിയും കരിപ്പൊട്ടിയും ഒക്കെ ഇട്ട് നല്ല കുറുക്കുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും കേട്ടോ. അതുപോലെ ഈ നാട്ടിൻ പുറത്തൊക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഇല കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ഡിസീസും മാറുമെന്നാണ് അമ്മ പറയുന്നത്. അതുപോലെ അമ്മ പറയും ഇത് കാരിയില കുറുക്കി കഴിച്ചാൽ നല്ലതാണ്, ശരീരമൊക്കെ നിറം വെക്കും എന്നൊക്കെ പറയും. ഇതിപ്പോ ആന്റിയുടെ വീട്ടിൽ വന്നപ്പോ കുറച്ച് കാരിയില കിട്ടി കേട്ടോ. അപ്പോ ഇതിനെ നമുക്ക് അമ്മക്കുട്ടിക്ക് ഒരു കുറുക്കുണ്ടാക്കി കൊടുക്കാം. അമ്മക്കുട്ടി ഇത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടാക്കി തരാലോ. കുറച്ച് പച്ചരിയും വൃത്തിയാക്കിയ കാരയിലയും കൂടെ മിക്സിയിലിട്ട് നന്നായി അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം. ഇതിലോട്ട് നല്ല ശർക്കരപ്പാനി ഒഴിച്ച് കുറച്ച് തേങ്ങ ചിരികിയതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാരയില കുറുക്ക് റെഡിയായി. നമുക്ക് ഇന്ന് കുറച്ച് മുള്ളങ്കാരിയുടെ ഇല കിട്ടിയിട്ടുണ്ട്. ഈ മുള്ളങ്കാരിയുടെ ഇല എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചരിയും കരിപ്പൊട്ടിയും ഒക്കെ ഇട്ട് നല്ല കുറുക്കുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും കേട്ടോ. അതുപോലെ ഈ നാട്ടിൻ പുറത്തൊക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഇല കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ഡിസീസും മാറുമെന്നാണ് അമ്മ പറയുന്നത്. അതുപോലെ അമ്മ പറയും ഇത് കാരിയില കുറുക്കി കഴിച്ചാൽ നല്ലതാണ്, ശരീരമൊക്കെ നിറം വെക്കും എന്നൊക്കെ പറയും. ഇതിപ്പോ ആന്റിയുടെ വീട്ടിൽ വന്നപ്പോ കുറച്ച് കാരിയില കിട്ടി കേട്ടോ. അപ്പോ ഇതിനെ നമുക്ക് അമ്മക്കുട്ടിക്ക് ഒരു കുറുക്കുണ്ടാക്കി കൊടുക്കാം. അമ്മക്കുട്ടി ഇത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടാക്കി തരാലോ. കുറച്ച് പച്ചരിയും വൃത്തിയാക്കിയ കാരയിലയും കൂടെ മിക്സിയിലിട്ട് നന്നായി അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം. ഇതിലോട്ട് നല്ല ശർക്കരപ്പാനി ഒഴിച്ച് കുറച്ച് തേങ്ങ ചിരികിയതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാരയില കുറുക്ക് റെഡിയായി.